ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഞാനൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാവുന്നേ. ഇതൊക്കെ കാണുമ്പോഴല്ലേ നമ്മുടെ മനസ്സിനൊരു ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് നന്നായിട്ട്, അതായത് ചിലപ്പോൾ ഒക്കെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുമ്പം കുഴഞ്ഞു പോകും, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഒരു സമയം വരെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോഴും അത്ര പെർഫെക്ഷൻ ഒന്നും കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനിവിടെ വന്ന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് കണ്ട് അങ്ങനെ ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്കും നന്നായിട്ട് ഇപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ അറിയാം. അപ്പം ജസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പം ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. മെയിൻ കുക്ക് അവളാണ്. ഞാൻ ജസ്റ്റ് ഹെൽപ്പറല്ല, അരിഞ്ഞൊക്കെ കൊടുക്കുന്നു, എല്ലാം ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഉണ്ടാക്കുന്നത് അവളാണേ. അപ്പോഴേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ബീൻസ് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ക്യാരറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ വെല്ലുള്ളിയില്ലേ അതെടുക്കുന്നുണ്ട്, കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും. ഇത്രയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് ഇവിടെ മാറ്റി വെക്കാവേ. അപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് അരിയട്ടെ. മെയിൻലി ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പം ചില സാധനങ്ങളൊക്കെ മാത്രമേ ഞാനിങ്ങനെ കൈ കൊണ്ട് അരിയത്തുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചോപ്പറിലിട്ടാണ് ചെയ്യുന്നത്. ചോപ്പറിൽ നമ്മളിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് കിട്ടാറുണ്ട്. അപ്പം ഞാൻ ബീൻസ് ഇങ്ങനെ കൈ കൊണ്ട് അരിയുന്നുണ്ട്. ബാക്കി ഞാൻ ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റും ഒക്കെ ഞാൻ ചോപ്പറിലിട്ടാണ് ചെയ്തത്. എനിക്ക് ചോപ്പറിലിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അതാകുമ്പോൾ ആ കറക്റ്റ് എല്ലാം ഒരേ സൈസിൽ കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിയുകയും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ബീൻസ് ഇട്ടാൽ അതൊന്ന് ചതഞ്ഞു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീൻസ് ഇടാത്തത്. ജസ്റ്റ് നമുക്ക് ഇത്രയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കപ്പിൽ റോസ്റ്റഡ് റവ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവയാണ്, എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇനി നമ്മളൊരു ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഞങ്ങളുടെ ഇവിടെ കട്ടയായിപ്പോൾ, ഇവിടെ തണുപ്പല്ലേ, അപ്പോൾ അത് കാരണം കട്ടയായിട്ട് പോയതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ പരിപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാവേ. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കാവേ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് ആയി വരട്ടെ. ഇനി ഇത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് ഇതൊക്കെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. ഉള്ളി ഒന്ന് അത്യാവശ്യം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് നന്നായിട്ട് വഴലട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ ഉള്ള ഈ കൂട്ട് ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ഫ്രഷ് ചിരകിയ തേങ്ങയില്ലേ അതിട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷേ ഞങ്ങൾക്ക് അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതും അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് വെള്ളം ഒഴിക്കുവാണെങ്കിൽ വെള്ളം ഒഴിക്കുന്നതിന് ഒരു കണക്കുണ്ട്. ഈ കപ്പിൻ്റെ ഒരു കപ്പല്ലേ നമ്മളെടുത്തത് റവ, അതുകൊണ്ട് ഞാൻ ഇവിടെ 1.25 കപ്പാണ് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇവിടെ തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്താണ് അങ്ങനെ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇച്ചിരി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, കളറിന് വേണ്ടിയിട്ടാണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടിത് തിളപ്പിക്കാൻ വെച്ചു. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ റവയുണ്ടല്ലോ, ആ റവയെടുത്ത് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാവേ. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇളക്കി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി നേരം ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാവേ.
ഇനി നമുക്കിതിൻ്റെ മൂടി തുറക്കാം. അപ്പോൾ മൂടി തുറക്കുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ വെള്ളം തിളച്ച് വരത്തില്ലേ, ആ സമയത്ത് ഒരു അര സ്പൂണ് ഗീ ഒക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. പക്ഷേ ഇപ്പം ഞങ്ങളിവിടെ ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറയില്ലേ, നമുക്കിങ്ങനെ ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.